പുത്തൻപള്ളി എന്നറിയപ്പെടുന്ന തൃശൂരിലെ അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ബസിലിക്ക ഏഷ്യയിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും ഉയരം കൂടിയ പള്ളിയും ഇന്തോ ഗോത്തിക് വാസ്തുക്കലയുടെ എടുത്തു പറയേണ്ട മകുടോദാഹരണവുമാണ്. 1925 ഒക്ടോബർ 10 മുൻ ബിഷപ്പ് വാഴപ്പള്ളി മാർ ഫ്രാൻസിസ് ഇപ്പോഴത്തെ പള്ളിയുടെ മുന്നിലുള്ള സ്കൂൾ ഹാളിൽ താൽക്കാലികമായി നിർമ്മിച്ച അൾത്താരയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അദ്ദേഹം പള്ളിക്ക് അവർ ലേഡി ഓഫ് ഡോളേഴ്സ് എന്ന് നാമകരണം ചെയ്യുകയും സെന്റ് തെരേസ ഓഫ് ഇൻഫാന്റ് ജീസസ് സഹരക്ഷാധികാരിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. താൽക്കാലികമായി നിർമ്മിച്ച ചെറിയ പള്ളിയിൽ അധികം വിശ്വാസികളെ ഉൾക്കൊള്ളാനുള്ള സൗകര്യം ഇല്ലാതിരുന്നതിനാൽ വിശ്വാസികളുടെ ആവശ്യങ്ങൾക്കും പട്ടണത്തിന്റെ ഗാംഭീര്യത്തിനും അനുയോജ്യമായ ഒരു പള്ളി നിർമ്മിക്കാൻ ആലോചന വന്നു. അതിനെ തുടർന്ന് മുൻ ബിഷപ്പ് മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി ഇറ്റലിയിലെ റോമ അടക്കം വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ പള്ളികളുടെ വാസ്തുവിദ്യ സൂക്ഷ്മമായി തിരിച്ചു മനസ്സിലാക്കി. വിദേശത്തുനിന്ന് മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം വരച്ച പ്ലാൻ അനുസരിച്ചാണ് ഏഷ്യയിലെ ഏറ്റവും വലുത് എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ പള്ളി നിർമ്മിച്ചത്. 1929 ഡിസംബർ 21 മുൻ ബിഷപ്പ് മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി തന്നെയാണ് ഭീമാകാരമായി ഇന്നത്തെ പുത്തൻപള്ളിയുടെ അടിത്തറ പാകിയത്. പ്രശസ്ത എഞ്ചിനീയർ ജ്ഞാനപ്രകാശത്തിന്റെയും സൂപ്രണ്ട് അംബ്രോസിന്റെയും മേൽനോട്ടത്തിൽ 11 വർഷമെടുത്താണ് പുതിയ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 1935 സെപ്റ്റംബർ 18 കൊച്ചി മഹാരാജാവായിരുന്ന ശ്രീ രാമവർമ്മ തമ്പുരാൻ പള്ളിയുടെ നിർമ്മാണത്തിന് പുരോഗതി നേരിട്ട് കാണുകയും നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ തേക്കുമരങ്ങളും സംഭാവന ചെയ്യുകയും ചെയ്തു. 1940 നവംബർ 24 മുൻ ബിഷപ്പ് മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി പള്ളിയുടെ പ്രതിഷ്ഠ നടത്തി. അന്ന് പുത്തൻപള്ളി ലൂർദ് കത്തീഡ്രൽ പള്ളിയുടെ അധികാര പരിധിയിലായിരുന്നു. കാലത്തിന്റെ മാറ്റവും ആവശ്യവും കണക്കിലെടുത്ത് 1978 സെപ്റ്റംബർ 17 മാർ ജോസഫ് കുണ്ടുകുളം ഈ പ്രശസ്തമായ ദേവാലയത്തെ ഒരു ഇടവകയായി പ്രഖ്യാപിച്ചു. 1980 ഓഗസ്റ്റ് 17 പുത്തൻപള്ളിയുടെ ഒരു ഫൊറോനോടെ ആസ്ഥാനമാക്കി മാറ്റി. 1986 ഫെബ്രുവരി 7 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൃശൂരിലേക്ക് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ സന്ദർശനം ഈ ഇടവകയുടെ പരിസരമായ ശക്ത നഗറിലായിരുന്നു. തൃശൂർ രൂപതയുടെ ശതാബ്ദികളുടെ സ്മരണയ്ക്കായി റോമിലെ ഓറിയന്റൽ സഭകളുടെ തലവനായ അഭിമന്യ സൈമൺ ബി കർദിനാൾ ലൂർദ് സ്വാമി ഈ പള്ളിയിൽ നിത്യ ആരാധനാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. 1992 ഏപ്രിൽ 25 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവർ ലേഡി ഓഫ് ഡോളേഴ്സ് പള്ളിയെ മൈനർ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. 1992 മെയ് 20 ഈ സഭയുടെ ചരിത്രത്തിലെ ഒരു സ്മാരക ദിനമായിരുന്നു. കർദിനാൾ ആന്റണി പടിയറ പള്ളിയെ ഒരു ബസിലിക്കയായി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. അതിനുശേഷം പള്ളി അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ബസിലിക്ക എന്ന പേരിൽ അറിയപ്പെടാൻ